ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ കൂട്ടുകാർ. അങ്ങനെ പാടം ഒക്കെ ഈ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നിലമൊക്കെ ട്രാക്ടർ വന്ന് പൂട്ടലും അങ്ങനെയുള്ള ഇതൊക്കെ കഴിഞ്ഞിറക്കണം കേട്ടോ. അപ്പോൾ കുറേ എന്നെ വിളിക്കുന്ന പാടത്തിൻ്റെ അടുത്തായിട്ട് നമ്മളെ ക്യാമറ കൂട്ടരുടെ വീട്. അപ്പോൾ കുറേ ദിവസമായി വിളിക്കുന്നു, സുന്ദേച്ചി എന്താ വീഡിയോ എടുക്കാൻ വരാത്ത, പാടൊക്കെ പൂട്ടിയില്ലേ, നിങ്ങളെന്താ വരാത്തതെന്നൊക്കെ ചോദിച്ചിട്ടാ. അപ്പോൾ എന്തായാലും എല്ലാ വെച്ച് ഞാനൊന്ന് പോയതാണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മളെ ക്യാമറാമേ ഓൾ തന്നെ ഇരുന്നിട്ടാ. അപ്പം അങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ പിടിച്ച് ഈ പാടത്തൊക്കെ നടന്നിട്ട് അപ്പോൾ ആ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തലേദിവസം ഞാൻ പറഞ്ഞല്ലോ ഈ ഇവിടെ അമ്പലത്തിൽ നിന്ന് താലം കൊണ്ടുകൊണ്ടെന്ന് വിളക്കിന്. അപ്പോൾ ആ വീഡിയോ ലാസ്റ്റ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടാ. അപ്പോൾ ഈ ഇനിയിപ്പോൾ എല്ലാവരും പറയും ഈ പാടത്ത് കൂടെ അങ്ങനെ നടക്കുമ്പോൾ ഒരു പാട്ടൊക്കെ പാടിക്കൂടെയെന്ന് കേട്ടാ. അത് തീർച്ചയായിട്ടും പറയും. അപ്പോൾ ഞാനൊരു പാട്ടും പാടുന്നിട്ടാ. അപ്പോൾ പാട്ടത്ര ചൊവ്വൊന്നുമില്ല, എന്നാലും ഞാൻ പാടാട്ടാ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബൊക്കെ ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യാട്ടാ കൂട്ടുകാരെ. ഇപ്പം ചളിയുള്ള വരമ്പത്ത് കൂടെ അങ്ങനെ പോവാനിട്ടാ. സ്വർണ്ണമുകിലേ സ്വർണ്ണമുകിലേ സ്വപ്നം കാണാറുണ്ടോ നീയും, സ്വപ്നം കാണാറുണ്ടോ, കണ്ണുനീർക്കുടം തലയിലേന്തി പിന്നിൻ വീതിയിൽ നടക്കുമ്പോൾ സ്വർണ്ണച്ചിറകുകൾ ചുരുക്കിയൊതുക്കി വസന്തരാത്രി മയങ്ങുമ്പോൾ സ്വർണ്ണമുകിലേ സ്വർണ്ണമുകിലേ സ്വപ്നം കാണാറുണ്ടോ. വർഷസന്ധ്യ വർഷസന്ധ്യ മാരിവില്ലിൻ വരണമാല്യം തീർക്കുമ്പോൾ മൂകവേദന എന്നെപ്പോലെ. സ്വർണ്ണമുകിലേ സ്വർണ്ണമുകിലേ സ്വപ്നം കാണാറുണ്ടോ നീയും, സ്വപ്നം കാണാറുണ്ടോ. വർഷസന്ധ്യ മാരിവില്ലിൻ വരണമാല്യം തീർക്കുമ്പോൾ മൂകവേദന എന്തിനായി നീ മൂടിവെപ്പോ. ജീവനിൽ ജീവനിൽ സ്വർണ്ണമുകിലേ 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 സ്വപ്നം കാണാറുണ്ടോ നീയും, സ്വപ്നം കാണാറുണ്ടോ, കണ്ണുനീർക്കുടം തലയിലേന്തി വിണ്ണിൻ വീതിയിൽ നടക്കുമ്പോൾ സ്വർണ്ണച്ചിറകുകൾ ചുരുട്ടിയൊരുക്കി വസന്തരാത്രി മയങ്ങുമ്പോൾ സ്വർണ്ണമുകിലേ സ്വർണ്ണമുകിലേ സ്വപ്നം കാണാറുണ്ടോ. അപ്പോൾ കൂട്ടുകാരെ എൻ്റെ ശബ്ദമൊക്കെ ഒന്ന് അടഞ്ഞു നിൽക്കണം കേട്ടാ. ഈ നേരത്തേക്ക് വിളിക്കുന്ന കാരണമൊക്കെ ഭയങ്കര കഫക്കെട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നിങ്ങളൊന്ന് ക്ഷമിക്കുക. ഇനിയിപ്പോൾ പാട്ട് പാടിയില്ലെങ്കിൽ പിന്നെ നിങ്ങളെ സന്തോഷിപ്പിക്കുക എന്നുള്ളതല്ലേ, നമ്മളെ വെറുപ്പിക്കരുതല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് പാടിയതാട്ടാ. പിന്നെ നമ്മുടെ ജോടെ ആ ഒരു ഇത് കേട്ടപ്പോൾ ഭയങ്കര ഒരു വിഷമമായില്ലേ. നമ്മൾ ഓരോ ഒരു ഈ 1000 സബ്സ്ക്രൈബ് ആവാനും ആ പിന്നെ
ഓരോ സെക്കൻഡ് കൂടുമ്പം ഇങ്ങനെ വൈറ്റി സ്റ്റുഡിയോ പോയിട്ട് സബ്സ്ക്രൈബ് കൂടിയിണ്ടാ, വാച്ച് ടൈം കൂടിയിണ്ടാന്ന് ഇങ്ങനെ നോക്കിയവരൊക്കെ ഉണ്ടാവില്ലേ, എന്നെപ്പോലെ തന്നെ. അങ്ങനെ ഈ ഒന്ന് മോണിറ്റൈസായി കിട്ടാനൊക്കെ എത്രപോരം നമ്മൾ ബുദ്ധിമുട്ടണതല്ലേ. എന്നിട്ടിപ്പോൾ ജോൻ്റെ വാച്ച് ടൈമും മോണിറ്റൈസേഷനൊക്കെ പോയി പറയുമ്പോൾ ഒരാളെ വീഡിയോ എടുത്തിട്ട് അങ്ങനത്തെ ഒന്നും ചെയ്യില്ലല്ലേ. ഓള് ഈ പറമ്പിൽ ഇങ്ങനെ നടന്നിട്ട് ഈ പച്ചക്കറിയുടെയും വീഡിയോൻ്റെയും തെച്ചിപ്പൂവിൻ്റെയും ഒക്കെ വീഡിയോ കാണിച്ചിട്ടും പിന്നെ യാത്രയിൽ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ പോണ പോക്കിലുള്ള കാഴ്ചകളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നും പറഞ്ഞിടുന്നൊരു വീഡിയോ ആണല്ലേ. എന്ത് ഇതിലിപ്പോൾ ഓൾക്ക് ഈ റിയൂസർ കണ്ടൻറ്റ് വന്ന് നമുക്ക് അറിയില്ലല്ലേ. എന്തായാലും കേട്ടപ്പോൾ ഭയങ്കര വിഷമമായിട്ടാ. എന്നാലും ഓൾക്കത് ഒരു വിവരം കാര്യങ്ങളൊക്കെ ഉള്ള കാരണം അതിന് അപ്പീൽ പോകലും ഒക്കെ ചെയ്യലും ഒക്കെ ആയി. എന്നാലും ദൈവത്തിൻ്റെ എന്തോ ഒരു കടാശം കൊണ്ട് ചാനൽ പോയില്ലല്ലേ. വാച്ച് ടൈമും മോണിറ്റൈസേഷനൊക്കെ നമുക്ക് ഇനിയും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ അപ്പോൾ ഒരു ടൈമൊക്കെ ഉണ്ടാകും ചിലപ്പോൾ വീണ്ടും മോണിറ്റൈസേഷൻ 1 മാസം എന്നല്ലേ അവൾ പറഞ്ഞത് അപേക്ഷിക്കാൻ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ വീണ്ടും മോണിറ്റൈസേഷനൊക്കെ ആവും, ഒക്കെ നല്ല സൂപ്പറായിട്ട് ഒക്കെ വരും അല്ലേ. കേട്ടപ്പോൾ എന്തോ ഭയങ്കര ഒരു വിഷമമായിട്ടാണ്. നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ $10 ആവാനും അത് പിന്നെ ലെറ്റർ വരാനും പിന്നെ $100 ആവാനും ഒക്കെ ഇങ്ങനെ കണ്ണുനട്ട് ഇരിക്കുന്നവരല്ലല്ലേ. ഒക്കെ റെഡിയാവും. എന്താ നമ്മളെ അബ്ദുൽ കലാമിൻ്റെ ഇത് പറഞ്ഞ പോലെ ഏറ്റവും പിന്നിലെ ബെഞ്ചിന്മേലിരുന്ന് ഉറങ്ങിയിരുന്ന ആരോ ഒന്ന് വലിയ ഇതിലെത്തി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉള്ള പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരാവും ഏറ്റവും മുന്നിൽ നല്ല വരുമാനമൊക്കെ മേടിക്കുന്ന ഇതിലെത്തും അല്ലേ. ഇപ്പോൾ വിഷമിക്കൊന്നും വേണ്ട. നമ്മളൊക്കെ ഉണ്ട് ആരെങ്കിലും ഇതൊക്കെ എടുത്ത് ഇടണല്ലേ. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരു പാടാണല്ലേ ഇത്. അപ്പം എൻ്റെ വീഡിയോ വിശേഷങ്ങളൊക്കെ എത്ര തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടമാവുകയൊക്കെ വെച്ചിങ്ങനെ ഒന്ന് ലൈക്കൊക്കെ ചെയ്യുക, സപ്പോർട്ട് ചെയ്യട്ടാ. അപ്പോൾ ആ താലം കൊണ്ടുപോകുന്ന ഒരു വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ.
സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പ